നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ബിഗ് ബോസ് ഹൗസിൽ സീസൺ 1 മുതൽ 1ഉം 2ഉം 3ഉം 4ഉം ഒക്കെ കഴിഞ്ഞിട്ടാണ് സീസൺ 7 വന്ന് നിൽക്കുന്നത്. അപ്പോൾ 1ലും 2ലും ഒക്കെ നടന്നിട്ടുണ്ട് ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങൾ സ്ത്രീകൾ അവിടെ ഉണ്ടാക്കിയെടുത്ത് പുരുഷന്മാർ തന്നെ അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള പല പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പലരും നോക്കുമ്പോൾ അതൊക്കെ കള്ളമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രി നമ്മുടെ ബിഗ് ബോസിൽ ആദ്യമായിട്ട് ഒരു പീഡന പരമ്പര നടന്നിരിക്കുന്നു. പീഡനം എന്ന് തന്നെ പറയാം. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പോൺസർ പ്രോഗ്രാം നടക്കണം. സ്പോൺസർ പ്രോഗ്രാമിൻ്റെ ഇടയിൽ നമ്മുടെ ഒനിയലിൻ്റെ ടീം അങ്ങോട്ട് ജയിച്ച് എല്ലാവരും ഭയങ്കര ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പഹയൻ ഒരു ബിഗ് ബോസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ്, ആരാണ്, എന്നാണ്, എപ്പോഴാണ് ഒരു കാമക്കടുവേനെ നമുക്ക് കിട്ടുക. ആ കാമക്കടുവേനെ കിട്ടി കഴിഞ്ഞാൽ ഒരാഴ്ച ആ കാമക്കടുവേനെ മുകളിൽ നമുക്ക് TRP പിടിക്കാം. അങ്ങനെ കണ്ണിൽ എണ്ണ ഒഴുക്കിയിരിക്കുന്ന ബിഗ് ബോസിൻ്റെ മുമ്പിലേക്ക് വന്നു ഒരു കാമക്കടുവ. നമ്മുടെ ഒനീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നലെ കാമക്കടുവയായിട്ട് മസ്താനിയുടെ പിടിച്ച് തട്ടിയിട്ട് അവിടെ നിന്ന് വയറ്റിലെ പിടിച്ചിങ്ങോട്ട് കയറി വന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പിടിച്ച് നിൽക്കുന്ന ഒരു സീൻ നമുക്കതൊന്ന് കാണാം. ഒരു ചെറിയ ഒരു വീഡിയോ ഒന്ന് സ്ലോ മോഷനിൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് കാണാം. എല്ലാവരും വളരെ ആഹ്ലാദത്തിൽ നിൽക്കുന്നു. ഒന്നിൽ വരണം ഒന്നിൽ കെട്ടിമറിഞ്ഞ് ഒന്നിൽ വീണു മസ്താനിയെ പിടിച്ചു. ഒരാൾ വീഴുമ്പോൾ അടുത്തുള്ള ആളെ പിടിക്കുന്നത് മാത്രമേ അതിൽ വേറൊരു ചുക്കും ചുണ്ണാമ്പും ഇല്ല. വയറിലൊക്കെ തന്നെയാണ് കൈ വെച്ചിരിക്കുന്നത്. പക്ഷെ അത് പിടിച്ച് എണിക്കാനാണ് കൈ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലൊന്നും സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? ഒനീർ ഒരു കാമക്കടുവയല്ല, നമുക്കെല്ലാവർക്കും അറിയാം. അയാളൊരു നല്ല മനുഷ്യനാണ്, നല്ലൊരു മനസ്സിന് ഉടമ അദ്ദേഹത്തിന് അന്ന് ആദ്യമേ വന്നതാണ് ഈ മത്താനും കിത്താനൊക്കെ ഇന്നലെ കയറി വന്നത്. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച താമര, അപ്പോൾ താമരല്ല തവര എന്നൊക്കെ പറയും. അതിപ്പോൾ അങ്ങനെ മസ്താനീനെ ഒരു ഒനീർ ഈ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഇടയിൽ ഒനീർ അങ്ങോട്ട് പെട്ടെന്ന് ഇത് തടി കൂടുതലുള്ള മനുഷ്യനല്ലേ, പെട്ടെന്ന് കാല് തെറ്റി വീഴുമ്പോൾ നമ്മളൊരു പുൽക്കൊടി ആയാലും ഒരു എന്തായാലും നമ്മൾ അപ്പം അതിനെ കയറി പിടിക്കും. അതാണ് അവിടെ സംഭവിച്ചത്. ഈ ഒനീർ ഇതിനെ കയറി പിടിച്ചപ്പോൾ ഇത് മസ്താനിയാണോ ഔസേപ്പാണോ മത്തായോ ആണോ നോക്കാണ്ടാണ് മനുഷ്യൻ ആ വീടിൽ നിന്ന് രക്ഷപ്പെടുത്തണ്ടേ. അതിന് വേണ്ടി പിടിച്ചു. അത് നമ്മുടെ മസ്താനിയും കൂടിയിട്ടാണ് നിലത്ത് വീണപ്പോൾ ഇത് തടിയുള്ളതാണ്, പെട്ടെന്ന് എണിക്കാൻ പറ്റില്ല. ആ പിടുത്തത്തിൽ തന്നെ വയറിലമ്മ പിടിച്ചിട്ട് തന്നെ ആ ഒനീർ എണിക്കുക. അപ്പോൾ അവൾക്ക് ഒന്നും തോന്നിയില്ല, അവൾക്കൊരു പ്രശ്നമില്ല. അത് വീണതാണ് അവൾക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ആ ടാസ്കൊക്കെ കഴിഞ്ഞിട്ട് ഈ മത്താനി എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദലക്ഷ്മി, എൻ്റെ പൊന്നെ, ഈ വേദലക്ഷ്മി അഭിനയിച്ച ഒരു സിനിമ വരുന്നുണ്ട്. തമ്പരാനും മക്കളെ നിങ്ങളൊന്ന് കയറി കാണല്ലേ. തലയെ കൂടെ മുണ്ടിട്ടിട്ടപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും അഖിൽമാരൊക്കെ നടക്കുന്നതിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച കാരണം അത് നെഗറ്റീവായിട്ടിരിക്കുക സിനിമ. ഈ ആഴ്ച റിലീസ് ചെയ്യേണ്ട 2 ആഴ്ച കൂടി കഴിഞ്ഞ് റിലീസ് ആകാൻ മതി, അല്ലെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് റിലീസ് ആകാൻ മതി. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ വേദലക്ഷ്മി ഡ്രസ്സിങ് റൂമിൽ വന്നിട്ട് മത്താനി പറഞ്ഞു, അതെ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം അത് നേരിട്ട് അറിഞ്ഞു പിടിച്ചതാണോ അറിയാണ്ട് പിടിച്ചതാണോ എന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ വേദലക്ഷ്മി അത് അറിഞ്ഞു പിടിച്ചതാ, അവൻ കാമക്കടുവി, അവൻ അറിഞ്ഞു പിടിച്ചതാ. പക്ഷെ നീ ഇതൊരു കണ്ടന്റ് ആക്കരുത്, നീ അത് പുറത്ത് പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പോന്നു. അത് കഴിയല്ല, പുറത്തിറങ്ങി വന്നോട് കൂടിയിട്ട് മൂപ്പര് വലിയൊരു നന്മമരായിട്ട് മാറി. അതേ ഒനീർ ബേഡ് ടച്ച് നടത്തി അവന് പീഡിപ്പിച്ച് ബേഡ് ടച്ച് നടത്തി. ഇവിടെ നടക്കില്ലാതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കണ്ടങ്കാലി അങ്ങോട്ട് കയറി. പാവം ഒനീർ എന്ത് ചെയ്യാൻ പറ്റിയ? ഇവളിങ്ങനെ ഒരു ആരോപണം ഒരു സ്ത്രീ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം തന്നെ മത്താനി കാലുമാറി. അയ്യോ അത് അങ്ങനെയല്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ കെട്ടിപ്പിടിച്ചില്ല, ഒരു കാമക്കടിവായിട്ടല്ല കെട്ടിപ്പിടിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കതൊരു കാമക്കടിവായിട്ട് തോന്നിയിട്ടില്ല, അത് ആക്ച്വലി സംഭവിച്ചു പോയതാണെന്ന് മത്താനി പറഞ്ഞോട് കൂടിയിട്ട് വേദലക്ഷ്മി ആകെ വേദ പാട്ട് പാടി ശശിയായിട്ട് ചെന്നിരുന്നിട്ട് പറയാം നല്ല കാര്യം ചെയ്യാൻ വന്നതാ. അപ്പോൾ എല്ലാവരും അവളുടെ കൂടെ കൂടി ഇവളിങ്ങനെ കാലുമാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്നെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി ഞാനിവിടുന്ന് പോവുക. നീയത് പോടി അവിടെ നിന്ന്, ഞങ്ങൾക്ക് വേണ്ട, നീ എന്തുട്ടത്? എല്ലാ കാര്യത്തിനും ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനോട് മുഴുവൻ ഇടപെടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ആൾ എന്തിനാ അവിടെ? എത്രയും പെട്ടെന്ന് ലാലട്ടം വരുമ്പോൾ നീ അവിടെ കിറ്റ് ചെയ്ത് പൊക്കോളൂ. അതാണ് എനിക്ക് ദയവ് ഇത് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ.